സ്വാമി ശാശ്വതികാനന്ദയെ ദുബായിലെ ഹോട്ടലിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ശാരീരികമായി ആക്രമിച്ചതായി സ്വാമിയുടെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന എസ് രവികുമാർ പറയുന്നു. തന്നോട് ഇക്കാര്യം സ്വാമി പറഞ്ഞിരുന്നതായും രവികുമാർ എന്ന വർക്കല വാവ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. ഫുജേറയിൽ നിന്ന് EM അഷ്റഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തന്നെ തുഷാർ വെള്ളാപ്പള്ളി ദുബായിലെ ഹോട്ടൽ വെച്ച് ശാരീരികമായി ആക്രമിച്ചതായി സ്വാമി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമിയുടെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന വർക്കല വാവ എന്നറിയപ്പെടുന്ന എസ് രവികുമാർ പറഞ്ഞു. ദുബൈയിൽ വന്ന് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് സ്വാമി എന്നെ 2-3 പ്രാവശ്യം ബന്ധപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ സ്വാമി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ അവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ തുഷാറും ടീമും അങ്ങനെ നിന്നെ അങ്ങനെ ചെയ്യുന്നെല്ലാം പറഞ്ഞ് നീ എന്നെല്ലാം ഉള്ള രീതിയിൽ വിളിച്ച് അങ്ങനെ അവസാനം ശാശ്വതാനന്ദ സ്വാമി പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നിന്നെ ഞാൻ എടുത്തിരുത്തിയ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റുമെന്നാണ് അതെൻ്റെ അടുത്ത് പറഞ്ഞ്. കടലിൽ നീന്തുന്ന സ്വാമി ഒരു പുഴയിൽ മുങ്ങി മരിച്ചുവെന്ന് ആരും വിശ്വസിക്കുകയില്ല. സ്വാമിയെ കൊന്നത് തന്നെയാണെന്ന് രവികുമാർ വെളിപ്പെടുത്തി. സ്വാമി എന്നെ കരയിൽ ഇരുത്തിയിട്ട് സ്വാമി ഇറങ്ങി നീന്തുമായിരുന്നു. അത്രയ്ക്ക് കടലിൽ നീന്താൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് പുഴയിൽ നീന്താൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? ഇത് അപകടമാണ്, ഇത് കൊന്നതാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ വെള്ളാപ്പള്ളിയുടെ ഒരു സഹോദരൻ അച്ചടിച്ച് പുറത്തുവിട്ട നോട്ടീസ് അടക്കം പല കാര്യങ്ങളും വരും നാളുകളിൽ പുറത്തു വരുമെന്നും എസ് രവികുമാർ പറഞ്ഞു. ഫുജേറയിൽ നിന്നും EM അഷ്റഫ്. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാലാണ് പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശം നൽകിയതെന്ന് അന്നത്തെ സോണൽ IG VR രാജീവൻ. പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന നിർദ്ദേശം അന്ന് സ്വാമിമാർക്കിടയിലും SNDP നേതാക്കൾക്കിടയിലും ഉയർന്നു വന്നുവെങ്കിലും SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താൻ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്നും VR രാജീവൻ പീപ്പിൾ TVയോട് പറഞ്ഞു. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നുവെന്ന സംഭവസ്ഥലത്തെത്തിയ SP റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ശാശ്വതികാനന്ദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നിർദ്ദേശം നൽകിയതെന്ന് അന്നത്തെ സോണൽ IG VR രാജീവൻ പറയുന്നു. സ്വാമിമാർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒപ്പോസിഷൻ ഇതിനകത്ത് ഉണ്ടായതായി? അല്ല, അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം കൂടി പോസ്റ്റ്മോർട്ടം വേണ്ട എല്ലാം തന്നെ മുങ്ങി മരിച്ചതാണ് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ SP-ക്ക് നിർദ്ദേശം കൊടുത്തു, അതൊന്നും പറഞ്ഞ പറ്റില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റുന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. സാറ് തന്നെയാണ് നിർദ്ദേശം കൊടുത്തതെന്ന്? ആ നിർദ്ദേശം കൊടുത്താണ്. സൗത്ത് സോൺ IG എന്ന നിലയിൽ എന്നോട് SP വർഗീസ് ജോർജ് അങ്ങനെയായിരുന്നു. വർഗീസ് ജോർജ് ഇങ്ങനെ ആൾക്കാരെല്ലാം പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന് പറയുന്നത്. ഞാൻ ഇല്ലില്ല, അതൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ. ഏത് അണ്ണാച്ചുള്ള കേസിലും പോലീസിന്റെ സമീപനം അങ്ങനെയാണ്. സ്വാമി ശാശ്വതികാനന്ദയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ കഴിയില്ലെന്ന വിവരം അവിടെയുണ്ടായിരുന്ന സ്വാമിമാരോട് പറഞ്ഞത് താനാണെന്നും VR രാജീവൻ വ്യക്തമാക്കി. സ്വാമി സൂക്ഷ്മാനന്ദയുമായിട്ടാണോ സാറ് സംസാരിച്ച? അല്ലല്ല, ഞാൻ സൂക്ഷ്മാനന്ദമായിട്ട് എനിക്ക് അറിയില്ല. 2001-2002 ഉണ്ടായ കാര്യങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ ആരോടാണ് പലരും സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന്. ആരൊക്കെയാണെന്നുള്ള വിദ്യാസാഗർ ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നിർദ്ദേശം കൊടുത്തത് എൻ്റെ SP-ക്ക് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ളത്. അതല്ല സാർ, അപ്പോൾ അന്ന് പോലീസ് സർജൻ തന്നെ നടത്തണമെന്ന് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിരുന്നു? അതോ സാധാരണ MBBS ഡോക്ടർ തന്നെ? ഓർക്കുന്നില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും. പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള നിർദ്ദേശം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ ബിഗ് ഇമ്പാക്ട്. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ സർക്കാർ ഇടപെടുന്നു. പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് അതിനുള്ള സാധ്യതകൾ സർക്കാർ ആരാഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ധർമ്മവേദി ജനറൽ സെക്രട്ടറി ബിജു രമേശ് പീപ്പിൾ TVയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഓപ്പൺ മൈൻഡോടുകൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കാര്യം പരിശോധിക്കട്ടെ. പരിശോധിച്ച ശേഷം ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയും. ഒരു കേസിൽ പുനരന്വേഷണം വേണമെങ്കിൽ പുതിയ തെളിവുകൾ വേണമെന്നാണ് നിയമം. തെളിവുകളുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷവും അന്വേഷണം നടത്താനാകും. സ്വാമിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. ന്യായമായും ഒരാവശ്യമാണത്. അത് വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി പരിഗണിക്കേണ്ടത് തന്നെയുമാണ്. കുടുംബാംഗങ്ങളുടെയും ജനങ്ങളുടെയും സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ടെന്നും സ്വാമിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും KPCC അധ്യക്ഷൻ VM സുധീരനും പറഞ്ഞു. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സത്യം പുറത്തു വരിക, അതിന്മേലുചിതമായ നടപടി ഉണ്ടാകുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ബിജു രമേശിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2 വയസ്സുകാരൻ ജീവനു വേണ്ടി കരയുമ്പോൾ ഈ അമ്മ കേട്ടില്ല. പകരം ഫേസ്ബുക്കിൽ സമയം ചെലവഴിച്ചു. ഒടുവിൽ യുവതിക്ക് കോടതി 5 വർഷം തടവ് വിധിച്ചു. ലണ്ടനിലാണ് സംഭവം. ബ്രിട്ടീഷുകാരിയായ ക്ലെയർ ബാർണറ്റ് എന്ന യുവതിയുടെ കുഞ്ഞാണ് ദാരുണമായി മരിച്ചത്. 2 വയസ്സുകാരൻ ജോഷുവ വീട്ടിലെ പൂന്തോട്ടത്തിൽ കളിക്കുന്നതിനിടയിലാണ് കുളത്തിൽ വീഴുന്നത്.
മണിക്കൂറുകളോളം കുളത്തിൽ കുട്ടി കിടന്നിട്ടും അമ്മ അന്വേഷിച്ചെത്തിയില്ല. പിന്നീട് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്വാസകോശത്തിൽ വെള്ളം അമിതമായി കയറിയതിനാൽ മരിച്ചുവെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. കുഞ്ഞിന്റെ മരണത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് യുവതി നൽകിയത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് കുഞ്ഞ് മരിക്കുന്ന സമയത്ത് അമ്മ ഫേസ്ബുക്കിലായിരുന്നുവെന്ന് കണ്ടെത്തിയത്. യുവതിക്ക് 5 വർഷം തടവ് വിധിച്ച കോടതി ഏറ്റവും മോശം രക്ഷിതാവ് എന്നാണ് യുവതിയെ വിശേഷിപ്പിച്ചത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് യുവതി കുട്ടിയെ റോഡിൽ കളിക്കാൻ ഇറക്കിവിട്ടിരുന്നു. അന്ന് കുഞ്ഞ് കാർ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം ജില്ലാ കോടതി സമുച്ചയത്തിന് ചുറ്റുമുള്ള റോഡുകൾ താറുമാറായിട്ട് 7 മാസങ്ങൾ പിന്നിടുന്നു. റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക സമൂഹം സർക്കാരിന് നോട്ടീസ് അയച്ചു. ജനപ്രതിനിധികൾ കൂടി കൈവിട്ട സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങിയാണ് അഭിഭാഷകരും നാട്ടുകാരും. ആ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നൂറുകണക്കിന് വാഹനങ്ങൾ നിത്യേന കടന്നുപോകുന്ന തിരുവനന്തപുരം ജില്ലാ കോടതി പരിസരത്തെ റോഡുകളുടെ അവസ്ഥയാണിത്. കോടതിയിലേക്ക് കടന്നു ചെല്ലാൻ 4 ചുറ്റും റോഡുകളുണ്ടെങ്കിലും ഒരെണ്ണം പോലും സഞ്ചാരയോഗ്യമല്ല. 7 മാസങ്ങൾക്ക് മുമ്പാണ് റോഡുകൾ സ്വീവേജ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ചത്. പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞതിനു ശേഷം റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ ഉത്തരവാദപ്പെട്ട ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ അഭിഭാഷക സമൂഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം നോട്ടീസ് അയച്ചിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് PR ചന്ദ്രമോഹൻ പറഞ്ഞു. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനായി ഞങ്ങൾ ഒരു സർക്കാരിന് ഒരു നോട്ടീസ് അയക്കുകയുണ്ടായി. കിട്ടിയതായിട്ടുള്ള അക്നോളജ്മെൻറ്റ് വന്നു. പക്ഷേ ഇനി നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അഭിഭാഷകരും ഉദ്യോഗസ്ഥരുമടക്കം ആയിരക്കണക്കിന് പേരാണ് കോടതിയിലേക്ക് നിത്യേന വന്നു പോകുന്നത്. റോഡുകളുടെ ഈ അവസ്ഥയിൽ ശക്തമായ പ്രതിഷേധമാണ് ഇവർക്കുള്ളത്. ഓരോ കട്ടറിൽ വീഴുമ്പോൾ ഞങ്ങളെ തേളയിടിക്കുകയാണ്. കാരണം പറഞ്ഞാൽ ഇന്ന് ഒരു ചെറിയ പണിക്കായിരുന്നാലും 5000-10000 രൂപയാണ് വർഷാപ്പുകാർ വാങ്ങുന്നത്. ഇവിടെ എല്ലാം ചുറ്റോട് ചുറ്റും അഡ്വക്കേറ്റ്സ് ഓഫീസാണ്. കക്ഷികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ ഇട റോഡുകളും നാശക്കോട്ടയിലാണ് കിടക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കുമ്പോഴും വാർഡ് മെമ്പറോ സ്ഥലം MLA ആയ മന്ത്രി VS ശിവകുമാറോ വിഷയത്തിൽ ഇടപെടാത്തതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. ഹൈടെക് വികസനത്തിന്റെ പുറകെ മാത്രം പോകുന്ന അധികാരികൾ ജനങ്ങളുടെ ഈ ദുരിതം കൂടി ഒന്ന് കാണണം. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം BG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.